നേരം മൊത്തം റീൽസ് കാണാനാണ്, നേരം മൊത്തം മൊബൈല് കാണാനാണ്. വേറെന്ത് ചെയ്യുന്നു? ഞാൻ എന്റെ വേല കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, പഴയ കാലത്തെ ഉമ്മമാർ ഇന്നത്തെ വീടുകളിലുള്ള സൗകര്യം പോലത്തെ സൗകര്യങ്ങൾ ഇല്ലാത്ത ഒരു കാലം, അങ്ങനെയുള്ളൊരു കാലമുണ്ടായിട്ടും അവരിതൊക്കെ നിത്യമാക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ വീടുകളിൽ എല്ലാ സൗകര്യങ്ങളും വന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് അധ്വാനം തീരെ ഇല്ല എന്നല്ല, വീട്ടിലെ ജോലി തിരക്കുകൾ തീരെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ ഒരു ഉമ്മാക്കും എന്നോട് വിഷമം തോന്നരുത്, എന്നോട് വെറുപ്പ് തോന്നരുത്. നിങ്ങൾക്കൊക്കെ വീട്ടിൽ നല്ല ജോലി തിരക്കുണ്ടെന്നത് നിങ്ങൾക്കറിയുന്നത് പോലെ നമുക്കും അറിയാവുന്നതാണ്. പക്ഷേ നിങ്ങളെക്കാളൊക്കെ അധികരിച്ച വീട്ടിലെ ജോലി തിരക്ക് പഴയ കാലത്തെ ഉമ്മമാർക്ക് നല്ലോണം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? ഇന്ന് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലുള്ള ഭൗതികമായ സൗകര്യങ്ങളും സംവിധാനങ്ങളൊന്നും പഴയ കാലത്തെ ഉമ്മമാരുടെ വീടുകളിൽ ഇല്ലായിരുന്നു. എന്നിട്ട് പോലും അവരെല്ലാം എല്ലാ ദിവസവും നിത്യമാക്കേണ്ടുന്ന സൂറത്തുകൾ പാരായണം ചെയ്യുന്നത് അവർ നല്ലവണ്ണം ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഇന്നതിനെല്ലാം ഒരു നേരമില്ലാണ്ടായിപ്പോയല്ലോ. ഞാൻ എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, നമ്മൾ ഒരിക്കലും അത്തരക്കാരായി അതപ്പതിച്ചു പോകരുത്. നമ്മുടെ ഖബറിലേക്ക് നമ്മൾ കുറച്ച് സമ്പാദ്യമുണ്ടാക്കണം, നമ്മുടെ ആഖിറത്തേക്ക് കുറച്ച് സമ്പാദ്യമുണ്ടാക്കണം. പോയി കിടക്കാനുള്ളത് ഖബറിലാണെന്നൊരു ബോധം വേണം, പോയി കിടക്കാനുള്ളത് ഖബറിലാണെന്ന ബോധം വേണം. ആ ഖബറിൽ ഞാൻ കിടക്കുമ്പോൾ എന്റെ കൂടെ ഞാൻ അതേ പാരായണം നിത്യമായും പാരായണം ചെയ്ത സൂറത്തുകൾ മാത്രമേ എന്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്ന ബോധം വേണം. ഞാൻ ജീവിതത്തിൽ പതിവാക്കിയ ദിക്റുകളും തസ്ബീഹുകളും സ്വലാത്തുകളും അത് മാത്രമേ എന്റെ കൂടെ ഉണ്ടാകുമെന്ന ബോധം വേണം.